പ്രിയപ്പെട്ടവരെ, യേശുവിൻ്റെ നാമത്തിൽ ഞാൻ നിങ്ങളെ വാഴ്ത്തുന്നു. എങ്ങനെയിരിക്കുന്നു? നന്നായിരിക്കുന്നുവോ? ഈ ദിവസം നിങ്ങൾക്ക് എങ്ങനെയുണ്ട്? ചില പ്രശ്നങ്ങൾ, ചില പോരാട്ടങ്ങൾ മല്ലൻ ഗോലിയാത്തിനെ പോലെ നിവർന്ന് നിൽക്കുന്നുണ്ടോ? ഒന്നുകൊണ്ടും ഭയപ്പെടേണ്ട, ദൈവം കൂടെയുണ്ട്. ശരി, ഈ സ്ഥലം വളരെ മനോഹരമായിരിക്കുന്നല്ലോ എന്ന് ചിന്തിക്കുകയാണോ? ഞാൻ പറഞ്ഞില്ലേ, യൂറോപ്പിലുള്ള സ്വീഡൻ എന്ന നാട്, അതിൽ ഗോത്തൻബർഗ് എന്ന ഒരു സിറ്റിയുണ്ട്, പട്ടണം. അവിടെയാണ് ഞങ്ങൾ ശുശ്രൂഷയ്ക്കായി വന്നത്. ആ സിറ്റിയിലുള്ള കടലിൻ്റെ നടുവിലുള്ള ഒരു ദ്വീപാണ് ഇത്. ചെറിയ മനോഹരമായ ഒരു ദ്വീപ്. ഇവിടെ ജനങ്ങൾ വസിക്കുന്നു, സഭകൾ ഉണ്ട്. ഒരുപാട് പേരിവിടെ വസിക്കുന്നത് എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. വളരെ മനോഹരമായൊരു സ്ഥലമാണിത്. ശരി, ഇന്ന് ദൈവം എനിക്ക് തന്നിട്ടുള്ള വാക്ക് എന്താണ് എന്നല്ലേ ചോദിക്കുന്നത്. യിരെമ്യാവ് 20-ാം അധ്യായം 11-ാം വാക്യത്തിൽ, യഹോവ ഒരു മഹാവീരനെ പോലെ എന്നോട് കൂടെയുണ്ട്. ഒരു മഹാവീരനായ യഹോവ നിങ്ങളുടെ കൂടെയുണ്ട്. ദൈവം നമ്മുടെ കൂടെയുണ്ട് എന്ന് പറയുന്നതിൽ സന്തോഷം തോന്നും. ചിലപ്പോൾ ദൈവം ഒരു മാതാവിനെ പോലെ നമ്മെ ആശ്വസിപ്പിക്കും. ചിലപ്പോൾ ഒരു പിതാവിനെ പോലെ നമ്മെ തോളിൽ ചുമക്കും. ചിലപ്പോൾ ഒരു സ്നേഹിതനെ പോലെ നമ്മുടെ കൂടെയുണ്ടാകും. നല്ല ഉപദേശങ്ങൾ തന്ന് നമ്മെ വഴി നടത്തും. ചിലപ്പോൾ ഒരു നല്ല ഇടയനെ പോലെ നമ്മെ നയിച്ച് വഴി നടത്തിക്കൊണ്ടു പോകും. ഇങ്ങനെ ഓരോ വിധത്തിൽ. ഇവിടെ ഈ ഭക്തൻ പറയുന്നത് എന്താണ്? യഹോവ ഒരു മഹാവീരനെ പോലെ എൻ്റെ കൂടെയുണ്ട്. നിങ്ങളുടെ കൂടെയുള്ള യഹോവ ഒരു മാതാവും പിതാവും സുഹൃത്തും ഇടയനുമായി മാത്രമല്ല, ഒരു മഹാവീരനും കൂടിയാണ്. വീരനെന്ന് പറഞ്ഞാലേ ഇപ്പോൾ അറിയാമല്ലോ. ഒരു മൽപ്പിടുത്തം ചെയ്യുന്നു, ബോക്സിംഗ്. അതിൽ ജയിച്ചാൽ അവൻ മഹാവീരനാണെന്ന് പറയും. അവൻ ഒരു മഹാവീരനായി. ചിലപ്പോൾ ദൈവം നമ്മുടെ കൂടെയിരുന്ന് മഹത്തായ കാര്യങ്ങൾ ചെയ്യും. ദൈവം ഇതുപോലെ മഹാവീരനായിട്ടുണ്ട് എങ്കിൽ എന്താണുണ്ടാവുക? ദൈവം നമ്മുടെ കൂടെയുള്ളപ്പോൾ ഒരു ഭക്തൻ പറയുന്നു, യഹോവ ഒരു മഹാവീരനെ പോലെ എൻ്റെ കൂടെയുണ്ട്. ആകയാൽ എന്നെ ഉപദ്രവിക്കുന്നവർ ഇടറി വീഴും എന്ന് പറയുന്നു. എന്നെ ഉപദ്രവിക്കുന്നവരാരും ജയിക്കുകയില്ല, ഇടറിത്താഴെ വീഴും. അവർ ബുദ്ധിയോടെ പ്രവർത്തിക്കായ്കയാൽ ഏറ്റവും ലജ്ജിച്ചു പോകും. അവരുടെ ആഗ്രഹം നടക്കില്ല. എനിക്കെതിരായി വരുന്നില്ലേ? അസൂയ കാരണം വന്ന് ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്നില്ലേ? അവരുടെ കാര്യം നടക്കില്ല. അവര് ലജ്ജിച്ചു പോകും. മറക്കാനാവാത്ത ലജ്ജ അവർക്ക് ഉണ്ടാകും. അവർ ലജ്ജിച്ചു പോകും. അവർ അപമാനിതരാകും. അതുകൊണ്ട് യഹോവ മഹാവീരനായിരിക്കുന്നതുകൊണ്ട് നിങ്ങൾക്കെതിരായി വരുന്നവരെങ്ങനെയാവും എന്ന് പറഞ്ഞത് കണ്ടില്ലേ? പിന്നെന്തിനാണ് ഭയപ്പെടുന്നത്? നിങ്ങൾക്കെതിരായി ആര് വേണമെങ്കിലും വരട്ടെ, എങ്ങനെ വേണമെങ്കിലും ഭീഷണിപ്പെടുത്തട്ടെ, എങ്ങനെ വേണമെങ്കിലും ഉപദ്രവിച്ചുകൊണ്ടിരിക്കട്ടെ, അവര് ലജ്ജിച്ചു പോകും. അവർക്ക് ലജ്ജയുണ്ടാകും. അവർക്ക് നിങ്ങളെ ജയിക്കാൻ കഴിയില്ല. യഹോവ നിങ്ങളുടെ കൂടെ മഹാവീരനായിരിക്കുന്നു. എന്തൊരു സന്തോഷമല്ലേ? വിശ്വാസത്തോടെ പറയൂ, യഹോവ എൻ്റെ കൂടെയൊരു വീരനായി. യഹോവ മഹാവീരനായി, ഭയങ്കര മഹാവീരനായി എൻ്റെ കൂടെയുള്ളതുകൊണ്ട് സ്തോത്രം. ശത്രുക്കൾക്ക് എന്നെ ജയിക്കാനാവില്ല. അവർ ലജ്ജിച്ചു പോകും, ലജ്ജിക്കപ്പെടും. എനിക്ക് ജയം തരുന്ന മഹാവീരനായ യഹോവയ്ക്ക് സ്തോത്രം, സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ആമേൻ, ആമേൻ. ജീസസ് റീഡിംഗ്സ് മലയാളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കോൺ ക്ലിക്ക് ചെയ്യുക. ഞങ്ങളുടെ ദൈനംദിന പ്രോഗ്രാമുകളെക്കുറിച്ചുള്ള അപ്ഡേറ്റ് ലഭിക്കുവാൻ